ഇനിയിപ്പോൾ കഴിക്കുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഇനിയുള്ള ഇത് അറ്റാക്കിംഗ് ഒക്കെ ലെവൽ വേറെ ആയിരിക്കും. നമ്മൾ ഇടുക്കിക്കാരുടെയൊക്കെ വെളിച്ചെണ്ണ എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. എനിക്ക് കൊതി വരുന്നു കേട്ടോ ഇങ്ങനെ അടുപ്പിച്ചങ്ങോട്ട് വെച്ചിട്ട്. ഹലോ ഫ്രണ്ട്സ്, ആശീസ് കാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇത് ചെയ്യാനായിട്ട് കാരണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ചിക്കനൊക്കെ വില കുറവാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് റൈറ്റാണ്, ഒരു സ്നാക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതാണ്, ഇടുക്കി സ്പെഷ്യൽ KFC. അതാണ് ഇന്ന് നമുക്ക് റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് ചിക്കൻ തേക്കാനായിട്ടുള്ള മസാല സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് കുറച്ച് ഗരം മസാല. നമ്മൾ ഈസ്റ്റേൻ്റെയാണ് കേട്ടോ എടുത്തേക്കുന്നത്, നമ്മുടെ അടിമാലിക്കാർ ഈസ്റ്റേണ്. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി. ഇത് നമ്മൾ KFC ആയതുകൊണ്ട് ഒത്തിരി എരിവ് വേണ്ട, ഒരു ശകലം മതി. ഒരു അല്പം മഞ്ഞൾപ്പൊടി അവിടെ ട്രിം ചെയ്യണേ. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഉപ്പ്, അത് കുറച്ച് മതി, ശകല ഉപ്പ്. പിന്നെ ഒരല്പം വെളിച്ചെണ്ണ എടുക്കണം. വെളിച്ചെണ്ണയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇടുക്കിക്കാരുടെയൊക്കെ വെളിച്ചെണ്ണ എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നല്ല ഉറഞ്ഞായിരിക്കും, കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അത് ഫുൾ ഉറഞ്ഞ് ഒരുക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ അടുപ്പിൻ്റെ മൂട്ടിൽ വെച്ചേക്കണം. പിന്നെ നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. പിന്നെ അത് കുരു വീഴരുത് കേട്ടോ. കുരു വീണ് കഴിഞ്ഞാൽ ഇത് കഴിക്കും. അപ്പോൾ കുരു വീഴാതെ നമുക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് വയ്ക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് വേണ്ട കേട്ടോ, ഒരു ശകലം മതി. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മസാല ഒരുപാട് വേണ്ട ഈ KFCയിൽ, അതുകൊണ്ട് തുള്ളി മതി. നമ്മളിപ്പം ഒരു 3 കിലോ കോഴിയാണ് എടുത്തേക്കുന്നത്, അതിന് ഏകദേശം ഇത്രയും സാധനം ആവശ്യമുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ മസാല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. ശകലം മതി, ഇതിൻ്റെ അകത്തിട്ടിട്ട് മൊത്തത്തിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കും. നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അടുപ്പ് സെറ്റാക്കി എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഇതിനകത്ത് പിടിച്ചോളും. ഒരുപാട് നേരം വെക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് വലിയാനായിട്ട് കുറച്ച് നേരം വെക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കോട്ട് ചെയ്യണം. നമുക്ക് മൈദാമാവ് വെച്ചിട്ടൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ മിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മൈദാമാവാണ്. നമുക്ക് ഏകദേശം ഒരു 1/4 കിലോ മൈദാമാവ് ഇടാം. ഒരുപാടായി കഴിഞ്ഞാൽ വേസ്റ്റ് ആവും. നമുക്കത് ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1/4 കിലോ മൈദാമാവ് ഇടാം. പിന്നെ അതിലേക്കൊരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതൊരു പേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ സാധാ ഉള്ളിയും കൂടെ അരച്ചിട്ടുള്ളൊരു പേസ്റ്റാണ്. ഇതിനകത്ത് ഇഞ്ചി വേണ്ട, നമുക്ക് വെളുത്തുള്ളിയും സാധാ ഉള്ളിയും കൂടെ മതി. അതൊരു കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 മുട്ടയാണ്. ആ മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ആക്കാം. ഇതിപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്ന ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ഇടണം. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെക്കാനായിട്ടാണ്. ഒരു തുള്ളി വെള്ളം കൂടെ എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു കുഴമ്പ് പരുവാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കോട്ട് ചെയ്യാം. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിനും അത് ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം കിട്ടും കേട്ടോ. അതായത് നമ്മുടെ മസാല എല്ലാം കൂടി ഇടുന്ന സമയത്ത് നമ്മുടെ മാവ് മിക്സ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം കിട്ടും. ഇത് നമ്മൾ 2 സ്റ്റെപ്പിലായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ചട്ടി വെച്ചിരിക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത പരിപാടി ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് തിളയ്ക്കണം. എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒഴിക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇനി തിളയ്ക്കുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീൻസ് അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ചിക്കൻ ഇടാൻ പരിപാടി. ഇടുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ട്, കാണിച്ചു തരാം. നല്ല പുക കേട്ടോ ഇവിടെ. ഈ ചിക്കന് ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ, നമ്മുടെ ഓട്സാണ് കേട്ടോ. ഇതൊക്കെ കടയിലൊക്കെ വാങ്ങി കിട്ടുന്നത്. ഇതിൽ ശരിക്കും അങ്ങോട്ട് മുക്കി അങ്ങോട്ട് പൊടിയണം. സെറ്റായിട്ട് ഇത് കവർ ചെയ്യണം. ഈ ഓട്സിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ KFCയുടെ ഒരു ലുക്കൊക്കെ വരത്തുള്ളൂ. അപ്പോൾ പറഞ്ഞിട്ട് കാണിച്ചു തരാം. പോകുന്നുണ്ട് കുറേയൊക്കെ. ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മറിച്ചില്ല. ഇനി ശകലവും കൂടെ ആയാൽ മതി കേട്ടോ. ഏകദേശം ഒരു 80% ഫ്രൈ ആയിട്ടുണ്ട്. ഈ മണ്ടഭാഗം കുറച്ച് എണ്ണ കവർ ചെയ്ത് കിടക്കാത്ത ഭാഗമുണ്ട്. അതുകൂടെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ അതേ കുറേ സമയമെടുത്ത് നമ്മുടെ KFC റെഡി ആയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഏകദേശം KFCയുടെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ടേസ്റ്റോടെ നോക്കിയാൽ അറിയത്തുള്ളൂ എങ്ങനെ ഉണ്ടെന്ന്. സംഭവം എന്തായാലും പൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കിയ വീഡിയോ കാണിക്കാൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ലെങ്ത് കൂടുതൽ വരും. അതുകൊണ്ട് അത് ഉണ്ടാക്കി കാണിക്കുന്നില്ല. പിന്നെ ഇതാ നമ്മുടെ മയോണൈസ്. ഇതുണ്ടാക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ഇതുണ്ടാക്കി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. ഇതുണ്ടാക്കാൻ സിമ്പിളാണ്. നമുക്കൊരു 2 വെളുത്തുള്ളി എടുക്കുക, ഒരു ശകലം ചെറുനാരങ്ങ നീര് എടുക്കുക, പിന്നെ തുള്ളി പഞ്ചസാര, ഉപ്പ്, ഒരു മുട്ട, പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ സംഭവമായി. നല്ല തിക്കായിട്ട് കുറച്ച് നേരം അടിച്ചു കഴിഞ്ഞാൽ തിക്കാവും. തിക്നെസ് ആയില്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഓയിൽ ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റാവും. അപ്പം അതായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സോസാണ് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ സംഭവത്തിൻ്റെ റെസിപ്പി എല്ലാം കിട്ടും, ഉണ്ടാക്കി നോക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പം നമുക്ക് ആദ്യം ഈ സോസ് കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ മയോണൈസ് വീഴുമെന്ന് അറിയത്തില്ല, നല്ല തിക്കാട്ടോ. വീഴുമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ അതിൽ മുക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, വീഴത്തില്ല, നല്ല തിക്കാണ്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, എടുക്കാം. അപ്പം നമുക്ക് ലെഗ് പീസ് തന്നെ എടുക്കാം കേട്ടോ. നല്ല ലെഗ് പീസ് സെറ്റായിട്ട്
നല്ല ക്രിസ്പാണ് കേട്ടോ, നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം. അപ്പം അതെടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു തുള്ളി സോസിൽ മുക്കാം, പിന്നെ അല്പം മയണൈസിൽ മുക്കാം. എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെ കേട്ട് എങ്കിൽ കൊതി വരുന്നു കേട്ടോ. ഇങ്ങനെ അടുപ്പിച്ചങ്ങോട്ട് വെച്ചിട്ട് മൊത്തം ആയി കാണുമല്ലോ. പക്ഷേ സൂപ്പർ കേട്ടോ. മയണൈസിൻ്റെ ടേസ്റ്റ് പൊളി, ഒരു രക്ഷയില്ല. നല്ല ക്രിസ്പായിട്ടുണ്ട്, പൊളി കേട്ടോ, സൂപ്പർ ആകുമ്പോൾ ഒരു ബൈറ്റോട് പോയി കഴിക്കാം. ഇനി സോസും മയണൈസും എടുത്തിട്ട് ഇപ്പോഴത്തെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്. പൊളിയ സൈഡ് സംഭവം പൊളിയാ. ഇനി നമുക്ക് ലെഗ് പീസ് മാറ്റിയിട്ട് നല്ല ദശയുള്ളൊരു പീസ് നോക്കി എടുത്തിട്ട് അതെങ്ങനെ അകത്തൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് തന്നെ, ഇത് വലിയ കുഴപ്പമില്ല, നല്ല ദശയുള്ള പീസ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എടുത്തിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല പൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ക്രിസ്പി, നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പൊടിഞ്ഞൊക്കെ പോകാൻ തുടങ്ങി. നമുക്ക് മയണൈസ് മാത്രം കൂട്ടി നിന്ന് നോക്കാം. സൂപ്പർ. സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് വേറെ കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതും തമ്മിൽ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളൊരു കാര്യം വിട്ടുപോയി, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ഇത് ക്രിസ്പിനെസ് ഇച്ചിരി കുറവാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ മയണൈസിന് നോക്കിയിട്ട് മയണൈസോ സോസോ നമ്മുടെ ഇഷ്ടം പോലെ എടുത്തിട്ട് അതുകൊണ്ട് കഴിച്ചു നോക്കാം. കൊള്ളാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര ഒരു 100% പെർഫെക്ഷൻ വന്നില്ല തന്നെ ഒരു 80% ഓക്കെ കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ പതുക്കെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഇരുന്ന് കഴിക്കട്ടെ. ഇപ്പം ഇനിയിപ്പോൾ കഴിക്കുന്നതൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ല, കാരണം ഇനിയുള്ള ഇത് അറ്റാക്കിംഗ് ഒക്കെ ലെവൽ വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്, ഉണ്ടാക്കി നോക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാനിവിടെ വീഡിയോ നിർത്തുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ദിസ് ഈസ് അഷേക് സൈനിങ് ഓഫ്.